ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കുളിരേകുവാൻ വേനൽ മഴ സജീവമാകുന്നു. ആഴ്ചകളായി നിലനിന്ന ഉയർന്ന താപനില മുന്നറിയിപ്പുകൾ പിൻവലിച്ചു. കൊടും ചൂടിന് ശമനമാകുന്നു. സംസ്ഥാനത്ത് കൊടും ചൂടിന് ശമനമാകുന്നു. ആഴ്ചകളായി വിവിധ ജില്ലകളിൽ നിലനിന്നിരുന്ന ഉയർന്ന താപനില മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചു. വേനൽ മഴ സജീവമായതും ആന്ധ്രയ്ക്കും കർണാടകയ്ക്കും മുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിചക്രവാതത്തിന്റെ സ്വാധീനം കുറയുന്നതുമാണ് ചൂട് കുറയുവാൻ കാരണം എന്നാണ് നിഗമനം. ദീദി വേഴ്സസ് ദാദാ പോരിന്റെ ക്ലൈമാക്സ് ഇന്ന്. ബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 142 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. മുഖ്യമന്ത്രി മമതാ ബാനർജി കൊൽക്കത്തയിലെ ഭവാനിപൂരിൽ നിന്നും ജനവിധി തേടുകയാണ്. പ്രചാരണ കാലത്ത് കണ്ട അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ്. മുംബൈയിലെ ഫ്ളാറ്റും ഫാം ഹൌസും. അനിൽ അംബാനിയുടെ 3034 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടി. അനിൽ അംബാനിയുടെ മുംബൈയിലെ ഫ്ളാറ്റും മകൻ ജയ് അൻഷുൽ അംബാനിയുടെ ഖണ്ഡാലയിലെ ഫാം ഹൌസും കണ്ടുകെട്ടി ഇഡി. കള്ളപ്പണ ഇടപാട് കേസിലാണ് ഇഡിയുടെ നടപടി. 3034 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇഡി പുതുതായി കണ്ടുകെട്ടിയത്. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിനെതിരായ കള്ളപ്പണ ബാങ്ക് ഫണ്ട് തട്ടിപ്പ് കേസിലാണ് 3034 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. വസ്തുക്കൾ വിറ്റഴിക്കപ്പെടുന്നത് തടയുന്നതിനും ബാങ്കുകളുടെയും പൊതുജനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം താൽക്കാലിക ജപ്തിയെന്ന് ഇഡി പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിതിനെതിരെ ഹണി ട്രാപ്പ് കേസ് പരാതി ഉണ്ടായിരുന്നു. പെൺകുട്ടിയെന്ന വ്യാജേന പണം തട്ടാൻ ശ്രമിച്ചു. ജാമ്യാപേക്ഷയിൽ MK റാം. കണ്ണൂർ അഞ്ചരക്കണ്ടി BDS വിദ്യാർത്ഥി നിതിൻ രാജിനെതിരെ ആരോപണവുമായി ഡോക്ടർ MK റാം. ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് റാമിന്റെ വാദം. പെൺകുട്ടി എന്ന വ്യാജേന പണം തട്ടാൻ ശ്രമിച്ച കേസിന്റെ ബാധ്യത നിതിനുണ്ടെന്നാണ് റാമിന്റെ വാദം. ഫായിസ് എന്നയാളുടെ പരാതി പിന്നീട് പിൻവലിച്ചെന്നും ജാമ്യാപേക്ഷയിൽ MK റാം പറയുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ റാമിനായി പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. പരിഭ്രാന്തി വേണ്ട, പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കില്ല, ആവർത്തിച്ച കേന്ദ്ര സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇന്ധനവില വർദ്ധിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്രം. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കില്ല എന്ന് ആവർത്തിച്ചു. നിലവിലെ വിപണി സാഹചര്യം വില വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയിലല്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. തെറ്റായ റിപ്പോർട്ടുകളിൽ വിശ്വസിക്കരുതെന്നും പരിഭ്രാന്തി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഔദ്യോഗിക വിവരങ്ങളെ മാത്രം വിശ്വസിക്കണമെന്നും കേന്ദ്രം പറയുന്നു. ആഗോള എണ്ണ വിപണി സ്ഥിരമായി തുടരുകയും റീറ്റെയിൽ ഇന്ധന വ്യാപാരികൾ വലിയ നഷ്ടം നേരിടുകയും ചെയ്യുമ്പോഴാണ് ഈ ഉറപ്പ്. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൽ പെട്രോൾ വില വർധനവിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചതിനെ തുടർന്ന് പമ്പുകളിൽ നീണ്ട നിരകൾ രൂപപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും വിശദീകരണം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. നിതിൻ രാജിന്റെ മരണം. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച MK റാം. കണ്ണൂർ അഞ്ചരക്കണ്ടി BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഡോക്ടർ MK റാം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. അന്യസംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ റാമിനായി പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. നിതിൻ രാജിന്റെ മരണശേഷം 17 ദിവസമായി ഡോക്ടർ MK റാം ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പേരിൽ പണം തട്ടാൻ ശ്രമം, 40 ലക്ഷം രൂപ നഷ്ടമായി. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പേരിൽ പണം തട്ടാൻ ശ്രമം, 40 ലക്ഷം രൂപ നഷ്ടമായി. തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തു. കമ്പനിയുടെ പേരിൽ ബാങ്കിനെ ബന്ധപ്പെടുകയായിരുന്നു. 40 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു. പണം ബാങ്ക് തിരികെ നൽകുമെന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ MD ദിവ്യ S. അയ്യർ അറിയിച്ചു. കമ്പനിയുടെ പേരിൽ ഔദ്യോഗിക അക്കൗണ്ടുള്ള ബാങ്കിൽ ബന്ധപ്പെടുകയും 40 ലക്ഷം രൂപ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകുകയായിരുന്നു. അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഔദ്യോഗിക അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിച്ചു. ബാങ്കിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചയാണ് പണം നഷ്ടമാകാനുള്ള കാരണം എന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.